Hello students, my name is Jithin Raj. And ഇന്ന് നമ്മൾ CSAT-ലെ 2024 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത്തരം ക്ലാസ്സസിനും കോൺസെപ്റ്റ്സിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോം അവൈലബിൾ ആണ്, അത് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, CSAT പഠിക്കുമ്പോൾ എപ്പോഴും എഗെയിൻ ഞാൻ പറയുന്ന പോലെ കോൺസെപ്റ്റുവലായിട്ട് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരും. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സും എന്ത് ചെയ്യുക, ലോജിക്കലായിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ സീക്വൻസ് A-BCD അല്ല, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചതാണ്. -BBCD ABC -DABC, അതായത് ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആൽഫബറ്റ് വെച്ച് ഫില്ല് ചെയ്യണം പ്രോപ്പറായിട്ട്. സോ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്ലേസസ് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. സോ 20 ഉണ്ട്. 20 ഉണ്ടെങ്കിൽ നമുക്ക് 20നെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഫോർ ഗ്രൂപ്പായിട്ട്, അതായത് 4 ആൽഫബറ്റ് വെച്ചിട്ടുള്ള 5 ഗ്രൂപ്പ് ആക്കാം അല്ലേ. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 20 = 5 × 4 എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ 4 വെച്ചുള്ള ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ ABC D-BB ഓരോ 4 കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലൈൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യും. C-D-A-B-C. അപ്പം നമ്മൾ നോക്കുക, എന്നിട്ട് എന്തെങ്കിലും പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. നോക്കുമ്പം ഇവിടെ ABC, ഓക്കെ, ഇവിടെ 2 റിപ്പീറ്റ് ചെയ്തു. അതായത് ഇവിടെ പക്ഷേ ആ പാറ്റേണിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു. C-D-A-B എല്ലാ ലെറ്റേഴ്സും ഓരോ തവണ വന്നു. സോ 4 × 5 അല്ല, നമുക്ക് 5 × 4 ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാം? 5 × 4 ചെക്ക് ചെയ്യാം. അപ്പോൾ ഓരോ 5 ലെറ്റേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5. അപ്പം 5 ലെറ്റേഴ്സിനെ ഗ്രൂപ്പ് ചെയ്തു, 4 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചു അല്ലേ. ഇനി നമുക്ക് എന്തെങ്കിലും പാറ്റേൺ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ABC, ഇവിടെ ABCD BBCD. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? അതായത് ഓരോ ഗ്രൂപ്പിലും ഒരു ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ B 2 തവണ വന്നു, അപ്പോൾ ഇവിടെ A ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി എന്തായിരിക്കും? A തന്നെയായിരിക്കും. AABCD ABBCD. ഇനി അടുത്തത് AB, ഏത് റിപ്പീറ്റ് ചെയ്യണം? C റിപ്പീറ്റ് ചെയ്യണം, CCD. അടുത്തത് എന്തായിരിക്കും? ABCDD. ഓരോ ലെറ്ററും ഓരോ ഗ്രൂപ്പിലും എന്ത് ചെയ്തു, റിപ്പീറ്റ് അടിച്ചു. A വന്നു, ഇവിടെ BB വന്നു, ഇവിടെ CC വന്നു, ഇവിടെ DD വന്നു. ഇപ്പോൾ കറക്റ്റായില്ലേ? അങ്ങനെയാണ് നമ്മൾ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക. സപ്പോസ് ഇതിപ്പോൾ വേറെ എന്തെങ്കിലും 12 ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ട്രൈ ചെയ്യാം? 12 ആണെങ്കിൽ 3 × 4 ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 4 × 3 നോക്കാം. അപ്പോൾ 3 × 4 എന്ന് പറയുമ്പോൾ ഓരോ 3 ലെറ്റേഴ്സും ഒരു ഗ്രൂപ്പ് ആക്കുക. അതിൽ പറ്റുന്നില്ലെങ്കിൽ 4 × 3 4 × 3 എന്ന് പറയുമ്പോൾ ഓരോ 4 ലെറ്റേഴ്സും ഒരു ഗ്രൂപ്പ് ആക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡാഷിൽ നമ്മൾ എഴുതിയത് A ആണ് അല്ലേ, രണ്ടാമത്തേലും A ആണ്, AA, മൂന്നാമത്തേൽ C ആണ്, അവസാനം D, AACD. ആൻസർ ഈസ് ഓപ്ഷൻ C. വളരെ സിമ്പിളായിട്ട് നമുക്ക് AACD എന്ന് എഴുതാം. സോ ഇത് ഇങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ എടുത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരുപാട് സമയം പോകും. സോ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. P salary is 20% lower than Q salary, which is 20% lower than R salary. By how much % is R salary more than P salary? നമുക്ക് റെഫറൻസ് പോയിന്റ് എടുത്ത് ചെയ്യാം. അതായത് നമുക്കൊന്നും അറിയില്ല അല്ലേ. ഇപ്പോൾ ഒരാളുടെ സാലറി റെഫറൻസ് പോയിന്റ് 100 ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏറ്റവും R-ൻ്റെ സാലറിന് വെച്ചിട്ടാണ് Q-നെ പറയുന്നത്, Q-ൻ്റെ സാലറിന് വെച്ചിട്ടാണ് P-നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ R-ൻ്റെ സാലറി എന്താക്കി എടുത്തു? 100 ആക്കി എടുത്തു. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറയുന്നത്? Q salary is 20% lower than R salary. Q-ൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ R-ൻ്റെ സാലറിനെ വെച്ച് നോക്കുമ്പോൾ 20% കുറവാണ്. പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ പെട്ടെന്ന് പെണ്ണ് പോലും ഉപയോഗിക്കാതെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ക്ലാസ്സസിൽ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. അപ്പം 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എന്താണ്? 20 തന്നെയാണ്. അപ്പം Q-ൻ്റെ സാലറി 20% കുറവാണെന്ന് പറഞ്ഞാൽ R-ൻ്റെ സാലറി ആയ 100ന്ന് ആ 20% 20 എന്ന് പറഞ്ഞ വാല്യൂ കുറച്ചാൽ നമുക്ക് Q-ൻ്റെ സാലറി കിട്ടും.
സോ 100 20 പോയാൽ 80. അപ്പോൾ ക്യൂവിൻ്റെ സാലറി 80 ആയിരിക്കും. ഇനി പി സാലറി ഈസ് 20% ലോവർ ദാൻ ക്യൂ സാലറി. പിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ സാലറിനെ വെച്ച് നോക്കുമ്പം 20% കുറവാണ്. അപ്പോൾ ക്യൂവിൻ്റെ സാലറി 80 അല്ലേ? സോ 80ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്ര വരും? 10% 8 അല്ലേ? ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഇട്ടാൽ മതി. 10% 8 20% 16. അപ്പം 20% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 80ൻ്റെ 20% എത്രയായിരിക്കും? എത്ര വരും? 20% എന്ന് പറഞ്ഞാൽ 16 അല്ലേ? 80ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 16. സോ അത് ക്യൂ എന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പിൻ്റെ സാലറി കിട്ടും. 80 16 പോയാൽ 16 പോയാൽ 64. So if R salary is 100, then Q salary is 80 and P salary is 64. നമുക്ക് കിട്ടി. ആറിൻ്റെ സാലറി 100 ആണെങ്കിൽ ക്യൂവിൻ്റെ സാലറി 80 ആണ് എന്ന് പറയാം. പിൻ്റെ സാലറി എന്താണെന്ന് പറയാം? 64 ആണെന്ന് പറയാം. ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ബൈ ഹൗ മച്ച് പെർസെൻറ്റ് ഈസ് ആർ സാലറി മോർ ദാൻ പി സാലറി? പിൻ്റെ സാലറിനെ വെച്ച് നോക്കുമ്പോൾ ആറിൻ്റെ സാലറി എത്ര പെർസെൻറ്റേജ് കൂടുതലാണ്? സോ പിൻ്റെ സാലറി എത്രയാണ്? 64 ആണ്. ആറിൻ്റെ സാലറി 100 ആണ്. സോ ആറിൻ്റെ സാലറി എത്ര കൂടുതലാണ്? ഇവർ നമ്മളുടെ വ്യത്യാസം എത്രയാണ്? 36 അല്ലേ ഡിഫറൻസ്. ആരുടെ സാലറി വെച്ച് നോക്കുമ്പോഴാണ് അയാളാണ് ബേസ് അല്ലേ? പിൻ്റെ സാലറി വെച്ച് നോക്കുമ്പോൾ അല്ലേ? അപ്പോൾ 36/64 × 100 ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും. 36/64 × 100 ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും. പക്ഷെ ഇത് നമുക്ക് ഓപ്ഷൻ തന്നെ എടുത്ത് ചെയ്യാൻ പറ്റും. കാരണം ഈ പെർസെൻറ്റേജിൻ്റെ ഈ 36/64 × 100ൻ്റെ മീനിങ് എന്താ? 64ൻ്റെ എത്ര ശതമാനമാണ് ഈ 36 എന്നാണ് ഇതിൻ്റെ ആക്ച്വൽ മീനിങ്. 64 ഡിനോമിനേറ്റർ 64 ആണല്ലേ? 64ൻ്റെ എത്ര ശതമാനമാണ് 36 എന്നാണ് ചോദിച്ചത്. നമുക്ക് 64ൻ്റെ പകുതി എത്ര ശതമാനമായിരിക്കും? 64ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 50% ആയിരിക്കില്ലേ? 64ൻ്റെ പകുതി 32 ആണ്. ഇവിടെ 32ൽ കൂടുതലാണല്ലോ. സോ ആൻസർ ഡെഫിനറ്റ്ലി 50% കൂടുതലായിരിക്കും. സോ നമ്മൾ ഓപ്ഷൻ എ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി 64ൻ്റെ 60% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50% പ്ലസ് 10%. 50% 32 ആണെങ്കിൽ 64ൻ്റെ 10% എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 6.4%. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ 32 പ്ലസ് 6.4 38.4 ആണ് ഈ 64ൻ്റെ 60% എന്ന് പറഞ്ഞാൽ 60%. പക്ഷേ 38.4 ഉണ്ട് ഇവിടെ. അതിൽ താഴെയല്ലേ 36 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായാലും എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ബിറ്റ്വീൻ 50% കൂടുതലാണ്, എന്നാൽ 60% താഴെയാണ്. സോ ബിറ്റ്വീൻ 50% ആൻഡ് 60% ആണ് നമുക്ക് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ നോക്കാം. ബിറ്റ്വീൻ 50% ആൻഡ് 60% ആകുമ്പോൾ ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. അത് 60% കൂടുതലാണ്. ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. അതും 60% കൂടുതലാണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി 56.25%. ഇനി ഇത് ചെയ്ത് കണ്ടുപിടിക്കേണ്ടവർ കണ്ടുപിടിക്കാം. പോയിന്റ് ഒക്കെ വരും, ഡിവൈഡ് ചെയ്യാനുണ്ട്. സോ അത് ചെയ്യേണ്ട കാര്യമില്ല. കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ ഇങ്ങനത്തെ ട്രിക്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. സോ 36/64 × 100 ഞാൻ ഓപ്ഷൻസ് യൂസ് ചെയ്ത് എൻ്റെ കാൽക്കുലേഷൻ യൂസ് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിച്ചു. വിത്തൗട്ട് എനി കാൽക്കുലേഷൻ എനിക്ക് പറയാം ഓപ്ഷൻ ബി 56.25% ആണ്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനത്തെ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എക്സ് ബി എ 2-digit number ആൻഡ് വൈ ബി അനദർ 2-digit number ഫോംഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഓഫ് എക്സ്. വൈ എന്ന് പറയുന്ന അടുത്ത 2-digit നമ്പർ ആണ്. വിച്ച് ഈസ് ഫോംഡ് ബൈ, അതാണ് കീ പോയിന്റ് അല്ലെ, ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഓഫ് എക്സ്. എക്സിൻ്റെ ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് കിട്ടി? വൈ കിട്ടി. ഇഫ് എക്സ് പ്ലസ് വൈ ഈസ് ദ ഗ്രേറ്റസ്റ്റ് 2-digit നമ്പർ, ദെൻ വാട്ട് ഈസ് എ നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ്. സോ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എ ബി ആക്കി എടുക്കാം അല്ലേ. വൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഡിജിറ്റ് തിരിച്ചിട്ടാൽ കിട്ടുന്നത് അല്ലേ, ഇൻ്റർചേഞ്ച് ചെയ്ത്. അപ്പം ബി എ അല്ലേ. എന്നിട്ട് എക്സ് പ്ലസ് വൈ നമ്മൾ ചെയ്തു. ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെയും പ്ലസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം അല്ലേ. എ ബി എന്ന് പറഞ്ഞ 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10th പ്ലേസിൽ എ ആണ്. 10 × a പ്ലസ് യൂണിറ്റ് പ്ലേസ് b × 1 അല്ലേ. അപ്പോൾ 10a + b എന്ന് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബി എനെ എങ്ങനെ എഴുതാം? 10b + a. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും നമുക്ക്? 11a + 11b. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 11a + 11b. 11 കോമൺ ആണല്ലോ. 11 × a + b. എക്സ് പ്ലസ് വൈ സം ചെയ്തപ്പോൾ എന്ത് കിട്ടിയെന്നാണ് പറയുന്നത്? ഈസ് ദ ഗ്രേറ്റസ്റ്റ് 2-digit നമ്പർ. എക്സ് പ്ലസ് വൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഗ്രേറ്റസ്റ്റ് 2-digit നമ്പർ. ഏതാ ഗ്രേറ്റസ്റ്റ് 2-digit നമ്പർ? 2-digit നമ്പറിൽ ഏറ്റവും വലുത് ഏതാ? 99 അല്ലേ, 99 അല്ലേ. സോ ഇതിൻ്റെ ആൻസർ 99 ആണെന്നല്ലേ അതിൻ്റെ മീനിങ്. 11 × a + b = a എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റ്, b എന്ന് പറഞ്ഞാൽ വേറൊരു ഡിജിറ്റ്. സോ 11 × a + b ചെയ്താൽ നമുക്ക് 99 കിട്ടുമെന്ന് പറഞ്ഞാൽ
എ പ്ലസ് ബി ഈക്വൽ ടു 11 അങ്ങോട്ട് എടുത്തൂടെ 99/11 വിച്ച് ഈസ് ഈക്വൽ ടു 9. സോ 2 ഡിജിറ്റ് ആഡ് ചെയ്താൽ 9 കിട്ടണം. അപ്പം എത്ര അങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. 2 ഡിജിറ്റ് ആഡ് ചെയ്താൽ 9 കിട്ടുന്നത് ഏതൊക്കെ വരാം? 1ഉം 8ഉം വരാം. പിന്നെ ഇത് വരാം 2ഉം 7ഉം വരാം അല്ലേ. 2ഉം 7ഉം ആഡ് ചെയ്താൽ 1ഉം 8ഉം വരാം. ഇവിടെ എഴുതാം 1ഉം 8ഉം വരാം. 2ഉം 7ഉം വരാം. 3ഉം 6ഉം ആഡ് ചെയ്താൽ 9 ആണ്. 4ഉം 5ഉം ആഡ് ചെയ്താൽ 9 ആണ്. ഇനി തിരിച്ചും പറ്റും അല്ലേ. 54 + 45 ചെയ്താലും 99 ആണ്. 6 3 3 6 ഉണ്ടെങ്കിൽ 6 3 വരും. 2 7 ഉണ്ടെങ്കിൽ 7 2 വരും. കാരണം 72 + 27 ചെയ്താലും 99 ആണ്. 27 + 72 ചെയ്താലും 99. ഒന്നും കൂടെ വരും 8 + 1. അപ്പോൾ ടോട്ടൽ എത്രയായി? 1 2 3 4 5 6 7 8. സോ എത്ര വാല്യൂസ് പോസിബിൾ ആണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 8 വാല്യൂസ് പോസിബിൾ ആണ്. 18 ആവാം എക്സിൻ്റെ വാല്യൂ, 27 ആവാം, 36 ആവാം, 45 ആവാം, 54 ആവാം, 63 ആവാം, 72 ആവാം, 81 ആവാം. 4 മാർക്ക് ചെയ്യരുത്, കാരണം 1 8 വരുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ 81 വേണം. കാരണം 80 എന്ന് പറഞ്ഞ നമ്പറും ഡിഫറെൻ്റ് ആണ്, 81 എന്ന് പറഞ്ഞ നമ്പറും എന്താണ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം എടുക്കണം. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി 8. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആവറേജിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ്. വെയിറ്റ് ഓഫ് 6 ബോയ്സ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് 7 ഗേൾസ്. 6 ബോയ്സിൻ്റെ വെയിറ്റ് ഈക്വൽ ടു 7 ഗേൾസിൻ്റെ വെയിറ്റ്. വെയിറ്റ് ഓഫ് വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് 3 men. 3 മെന്നിൻ്റെ വെയിറ്റിനും ഈക്വൽ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് 4 women. സോ ഇഫ് ദ ആവറേജ് വെയിറ്റ് ഓഫ് ദ വിമൻ ഈസ് 63 kilogram, then what is the average weight of the boys? അപ്പോൾ ഇവിടെ എത്ര വിമൻ ഉണ്ട്? 4 വിമൻ ഉണ്ട് അല്ലേ. അവരുടെ ആവറേജ് വെയിറ്റ് 63 ആണെങ്കിൽ അവരുടെ ടോട്ടൽ വെയിറ്റ് അല്ലേ വെയിറ്റ് ഓഫ് 4 വിമൻ ഈക്വൽ ടു വെയിറ്റ് ഓഫ് 3 men വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് 6 ബോയ്സ് വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് 7 ഗേൾസ് എന്ന് പറഞ്ഞത്. സോ ഇവിടെ 4 വിമൻ ഉണ്ട്. അവരുടെ ആവറേജ് വെയിറ്റ് 63 ആണെങ്കിൽ അവരുടെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 4 × 63 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 252 വരും. ക്ലിയർ അല്ലേ? 4 × 63 എന്ന് പറഞ്ഞാൽ 4 × 62 40 + 3 × 4 12 252. ഓക്കെ, വിച്ച് ഈസ് ഈ 252 എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് ഓഫ് 4 വിമൻ വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് 6 ബോയ്സ് എന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ ഓൾറെഡി. അപ്പോൾ 6 ബോയ്സിൻ്റെ വെയിറ്റും ഈ എന്താണ് 252 ആണ്. 6 ബോയ്സിൻ്റെ വെയിറ്റും ഈ 252 ആണ് നമുക്ക് കിട്ടി. അപ്പോൾ ബോയ്സിൻ്റെ ആവറേജ് വെയിറ്റ് എന്തായിരിക്കും? 252/6. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 25 ൽ 6 4 ടൈംസ്, ബാലൻസ് 1, 12 ൽ 2, 42 കിലോഗ്രാം എന്ന് കിട്ടും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ വെയിറ്റ് ഓഫ് 7 ഗേൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേപോലെ വെയിറ്റ് ഓഫ് 3 men അതൊക്കെ വെറുതെ തന്നതാണ്. ആൻസർ 42 കിലോഗ്രാം ആണ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടി. സിമ്പിളാണ്. ജസ്റ്റ് ആവറേജിൻ്റെ കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് ഇത് സുഖമായിട്ട് സോൾവ് ചെയ്യാം. വെയിറ്റ് ഓഫ് 4 വിമൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചത് വിച്ച് ഈസ് ഈക്വൽ 252 കിലോഗ്രാം. കാരണം അവരുടെ ആവറേജ് വെയിറ്റ് 63 ആണ്. ടോട്ടൽ 4 വിമൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ 4 × എന്ത് ചെയ്തത് 63 ചെയ്തത് വിച്ച് ഈസ് ഈക്വൽ 252 കിലോഗ്രാം. അത് തന്നെയായിരിക്കും 6 ബോയ്സിൻ്റെ വെയിറ്റും. സോ 6 ബോയ്സിൻ്റെ വെയിറ്റ് 252 ആണെങ്കിൽ ബോയ്സിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 252/6 വിച്ച് ഈസ് ഈക്വൽ ടു 42 കിലോഗ്രാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ടൈംസ് ദ ഹവർ ഹാൻഡ് ആൻഡ് ദ മിനിറ്റ് ഹാൻഡ് കോയിൻസൈഡ് ഇൻ എ ക്ലോക്ക് ബിറ്റ്വീൻ 10 AM and 2 PM സെയിം ഡേ. 10 AM ഉം 2 PM ഇടയിൽ എത്ര ടൈം അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് സിമ്പിളാണ്. നമുക്ക് നോക്കാം അല്ലേ. 10 മണിക്ക് ശേഷം 11 മണി ആവുന്നതിൻ്റെ മുന്നേ ഒരു തവണ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 11ൻ്റെയും 12ൻ്റെയും ഇടയിൽ ഒരു തവണ കോയിൻസൈഡ് ചെയ്യുന്നു അല്ലേ. 12 മണി ആകുമ്പോൾ ഒരു തവണ കോയിൻസൈഡ് ചെയ്യുന്നു 1. പിന്നെ എപ്പോഴാണ് 1 o'clock ആവുന്നതിൻ്റെ മുന്നേ ഒരു തവണ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 PM എത്തി അല്ലേ. പിന്നെ അങ്ങോട്ട് കോയിൻസൈഡ് ചെയ്യുന്നില്ല. സോ ടോട്ടൽ 1 2 3 ടൈംസ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിൾ ലോജിക്ക് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ആ ക്ലോക്കിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് മനസ്സിലായാൽ തന്നെ കിട്ടും അല്ലേ. സോ 11 എത്തുന്നതിൻ്റെ മുന്നേ ഒരു തവണ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 12 ആകുമ്പോൾ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1:05 അല്ലേ 1:05 PM ആകുമ്പോൾ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 PM മുന്നേ ആണ്, അതുകൊണ്ട് പിന്നെ 2:10 കിട്ടില്ല. സോ ടോട്ടൽ 1 2 3 ടൈംസ് ആണ് കോയിൻസൈഡ് ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യും.
ഇൻ ദ കലണ്ടർ ഫോർ ദ ഇയർ 2025 ഈസ് സെയിം ഫോർ ഏത്? 2025 സെയിം കലണ്ടർ ഏത് വർഷമാണെന്ന് ചോദിച്ചു. നമുക്ക് ഓഡ് ഡേയ്സ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ 2025 എന്താ നമ്മൾ ചെയ്യുക? 4 വെച്ച് ഡിവൈഡ് ചെയ്യും, കിട്ടുന്ന റിമൈൻഡർ നോക്കും അല്ലേ. സോ 2025 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. റിമൈൻഡർ ഈക്വൽ ടു 1. റിമൈൻഡർ ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം കലണ്ടർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6 ആഡ് ചെയ്യാം. റിമൈൻഡർ 1 ആകുമ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? 6 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സെയിം കലണ്ടർ കിട്ടും. സോ 2025 പ്ലസ് 6 ചെയ്താൽ 2031. സോ 2025 അതേ സെയിം കലണ്ടർ ആയിരിക്കും 2031. ഇത് നമുക്ക് അല്ലാതെയും ചെയ്യാം. 2025 to 26 ഒരു ഓഡ് ഡേ ആണ് അല്ലേ. നമുക്ക് 7 ഓഡ് ഡേയ്സ് കിട്ടിയാൽ മതി. 2025 to 2026 ലീപ്പ് ഇയർ ഒന്നുമല്ല, അപ്പോൾ എഗെയിൻ 1 ഓഡ് ഡേ ആണ്. 2026 ലീപ്പ് ഇയർ അല്ല. 2026 to 27 എഗെയിൻ 1 ഓഡ് ഡേ ആണ്. 27 to 28 1 ഓഡ് ഡേ ആണ് അല്ലേ. 28 to 29 2 ഓഡ് ഡേയ്സ് ആണ്. ഇപ്പോൾ എത്രയാണ് ഇപ്പോൾ ടോട്ടൽ? 1 + 1 2 3 4 6 അല്ലേ. 2025 to 26 26 to 27 27 20 28 to 29 28 to 29 ആണ്. സോറി, ഒന്നുകൂടെ എഴുതരാം. 2025 to 26 ഒരു ഓഡ് ഡേ, 2026 to 27 ഒരു ഓഡ് ഡേ, 27 to 28 ഒരു ഓഡ് ഡേ, 28 to 29 2 ഓഡ് ഡേ, 29 to 30 ഒരു ഓഡ് ഡേ. അപ്പോൾ എത്രയും 1 + 1 2 3 5 6 30 to 31 ഒരു ഓഡ് ഡേ. അപ്പോൾ ടോട്ടൽ നമുക്ക് 7 ഓഡ് ഡേയ്സ് കിട്ടിയോ? 30 to 31 നമുക്കത് കിട്ടിയത്. ദാറ്റ് മീൻസ് 2031 കലണ്ടർ തന്നെയാണ് സെയിം എന്ന് പറയും. ഓക്കെ, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. 2025 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, കിട്ടുന്ന റിമൈൻഡർ 1 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 6 ആഡ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ഇതാണ് 2025 കലണ്ടറിൻ്റെ സെയിം കലണ്ടർ എന്ന് പറയുന്നത് 2031 ആണ്. ഓപ്ഷൻ സി. സോ ഇത്രയാണ് ഇന്നത്തെ സെഷൻ. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് സിമ്പിളാക്കുക. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമാണ്, നമുക്ക് ടൈമിൻ്റെ ഒരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്യണം. അതുകൊണ്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് സിമ്പിളും ലോജിക്കലും കുറച്ച് സ്പീഡുള്ള മെത്തേഡ്സും ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പേപ്പർ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇത്തരം കോൺസെപ്ച്വൽ ആയിട്ടുള്ള മെത്തേഡ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, സോ താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.